في المثلين والمتقاربين والمتجانسين. إن في الصفات والمخارج اتفق حرفان فالمثلان فيهما أحق، وإن يكونا مخرجا تقاربا وفي الصفات اختلفا يلقبا متقاربين أو يكون اتفقا في مخرج دون الصفات حققا بالمتجانسين ثم إن سكن أول كل فالصغير سميا أو حرك الحرفان في كل فقل كل كبير وفهمنه بالمثل. ലാസ്റ്റ് പാഠം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. ബാക്കിയുള്ളത് അടുത്ത ബദൽശുദ്വാത്തിൽ വിശദീകരിക്കും. എന്താണ് ബാബ്? ബാബുൻ ഫി അൽ മിസ്ലൈനി വൽ മുതഖാരിബൈനി വൽ മുതജാനിസൈൻ. ഹർഫുകളുടെ പരസ്പരം ബന്ധങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗമാണ് അൽ മുതമാസിലാൻ, അൽ മുതഖാരിബാൻ, അൽ മുതജാനിസാൻ. അടുത്തടുത്ത് വരുന്ന ഹർഫുകളുടെ ബന്ധത്തെ പരിഗണിച്ച് പണ്ഡിതന്മാർ വിഭജിച്ച 3 വിഭാഗങ്ങളാണ്. 3 ഇതിൽ കൂടുതലുണ്ട്. എന്നാൽ ഇമാം സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി 3 മാത്രമേ തുഹ്ഫത്തുൽ അത്ഫാലിൽ പറയുന്നുള്ളൂ. 1 അൽ മുതമാസിലാൻ, 2 അൽ മുതഖാരിബാൻ, 3 അൽ മുതജാനിസാൻ. മുതമാസിലാനിക്ക് മിസ്ലാൻ എന്നും പറയാം. ഇവിടെ മിസ്ലാൻ എന്നാണ് അദ്ദേഹം ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഇൻ ഫി സിഫാത്തി വൽ മഖാരിജി ഇത്തഫഖ് ഹർഫാനി ഫൽ മിസ്ലാനി ഫീഹിമാ അഹഖ്. ഇൻ ഫി സിഫാത്തി സിഫത്തിൽ വൽ മഖാരിജി മഖ്റജുകളിലും ഇത്തഫഖ യോജിച്ചാൽ ഹർഫാനി 2 ഹർഫ് യോജിച്ചു വന്നാൽ ഫൽ മിസ്ലാനി ഫീഹിമാ അഹഖ് അതിന് മിസ്ലാനി എന്ന് പേര് പറയലാണ് ഏറ്റവും യോജിച്ചത്. മഖ്റജ് ഒന്നെ, സിഫത്ത് ഒന്നെ. ഇൻഷാ അല്ലാഹ് മഖാരിജും അൽ ഹുറൂഫും സിഫാത്തുൽ ഹുറൂഫും ഇൻഷാ അല്ലാഹ് മത്നുൽ ജസരിയയിൽ നമ്മൾ പഠിക്കും. അത് വിശാലമായ ഒരു ബാബാണ്. ഒരേ സിഫത്തുള്ള ഒരേ മഖ്റജുള്ള 2 ഹർഫുകൾ അടുപ്പിച്ചു വന്നാൽ അതിന് മുതമാസിലാനി എന്നാ പറയാം. മീമും മീമും വന്നാൽ, ബാവും ബാവും വന്നാൽ, ഫാവും ഫാവും വന്നാൽ, ദാലും ദാലും വന്നാൽ അതെന്ത് പറയും? അൽ മുതമാസിലാൻ. അൽ മുതമാസിലാൻ എന്ന് പറയും. വഇൻ യകൂന മഖ്റജൻ തഖാറബ വഫി സിഫാത്തി ഇഖ്തലഫ യുലഖബ മുതഖാരിബൈൻ. ഇനി മഖ്റജ് അടുത്തടുത്തായി വന്നു, ഒരേപോലെയല്ല, ഒരേ മഖ്റജ് അല്ല, മഖ്റജ് തഖാറുബാണ്. ഒന്നിൻ്റെ അടുത്താണ് അടുത്ത ഹർഫിൻ്റെ മഖ്റജ്. 2 മഖ്റജുകൾ 2 ഹർഫുകൾ വന്നു, ഒരു ഹർഫിൻ്റെ മഖ്റജിൻ്റെ തൊട്ടടുത്താണ് അടുത്ത മഖ്റജ്. അങ്ങനെയുള്ള 2 ഹർഫുകൾ അടുത്തടുത്ത് വന്നാൽ വഫി സിഫാത്തി ഇഖ്തലഫ സിഫാത്ത് വേറെ വേറെയാകുകയും ചെയ്താൽ യുലഖബ അതിന് പേര് പറയപ്പെടും അൽ മുതഖാരിബൈനി മുതഖാരിബാൻ എന്ന് പേര് പറയപ്പെടും. മഖ്റജ് തഖാറുബാണ്, സിഫത്ത് മുഖ്തലിഫാണ്, വേറെ വേറെയാണ്. ഔ യകൂന ഇത്തഫഖാ ഫീ മഖ്റജിൻ ദൂന സിഫാത്തി ഹുക്കിക ബിൽ മുതജാനിസൈൻ. ഔ യകൂന ഇനി ആ 2 ഹർഫുകളായാൽ ഇത്തഫഖാ ആ 2 ഹർഫുകളും യോജിച്ചാൽ ഫീ മഖ്റജിൻ മഖ്റജിൽ ഒരേപോലെയാണ്. മഖ്റജിൽ 2 ഹർഫിൻ്റെയും മഖ്റജ് ഒരേപോലെയാണ്. അടുത്തടുത്ത് വന്ന 2 ഹർഫുകളുടെ 2ൻ്റെയും മഖ്റജ് ഇത്തഫഖ ഒന്നാണ്. ദൂന സിഫാത്ത് സിഫത്ത് വേറെ വേറെയാണ്. സിഫത്ത് ഒന്നല്ല, ഇതിൻ്റെ പേരെന്താണ്? മുതജാനിസാൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞു സുമ്മ ഇൻ സക്കൻ ഇനി സാക്കിനായാൽ സുക്കൂനുടേതായാൽ അവ്വലു കുല്ലിൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആദ്യത്തേത്. 2 ഹർഫുകളുടെ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2 ഹർഫുകൾ മഖ്റജും സിഫത്തും ഒരേപോലെയായാൽ മുതമാസിലാൻ, മഖ്റജ് അടുത്തടുത്താവുകയും സിഫത്ത് വേറെയാകുകയും ചെയ്താൽ മുതഖാരിബാൻ, മഖ്റജ് ഒരേപോലെയാവുകയും സിഫത്ത് വേറെ വേറെയാകുകയും ചെയ്താൽ മുതജാനിസാൻ. ഈ 2 ഹർഫുകളിൽ ആദ്യത്തെ ഹർഫ് സുക്കൂനുടേതായാൽ, രണ്ടാമത്തത് ഹർക്കത്തുള്ളതും ആദ്യത്തെ സുക്കൂനുടേതുമായാൽ ഫസ്സഗീറ സമ്മിയൻ സഗീർ എന്ന് നീ അതിന് പേര് വെക്കുക. നമ്മളെ ഇദ്ഗാമൻ സഗീറൻ വസമ്മിഹി ഇദ്ഗാമൻ സഗീറൻ യാ ഫതാ എന്ന് പറഞ്ഞില്ലേ. അടുപ്പിച്ചു വന്ന 2 ഹർഫുകളുടെ ആദ്യത്തെ ഹർഫ് സുക്കൂനുള്ളതാണ് എങ്കിൽ അതിന് സഗീർ എന്ന് പേര് വേണം. അപ്പോൾ എന്തായി? അൽ മുതമാസിലാനി അസ്സഗീർ, അൽ മുതഖാരിബാനി അസ്സഗീർ, അൽ മുതജാനിസാനി അസ്സഗീർ അല്ലേ. ഇനി ഔഹരിക്കൽ ഹർഫാനി ഇനി 2 ഹർഫുകളും അടുത്തടുത്ത് വന്ന 2 ഹർഫുകളും ഹർക്കത്തുടേതായാൽ ഫീ കുല്ലിൻ 2ലും ഫകുൽ നീ പറയുക കുല്ലുൻ കബീറുൻ എല്ലാം കബീറാണ് എന്ന് പറയാം. അതായത്
രണ്ട് ഹർഫുകളും ഹർക്കത്തുടയാതെ വന്നാൽ അതിന് കബീർ എന്നാണ് പേര്. വഫ്ഹമൻഹു ബിൽ മുസുൽ, ഉദാഹരണങ്ങൾ കൊണ്ട് നീ അതിനെ മനസ്സിലാക്കുക. മിസാലുൻ ജംഅ് മുസുൽ. വഫ്ഹമൻഹു, നീ ഇതിനെ മനസ്സിലാക്കുക, ബിൽ മുസുൽ, ഉദാഹരണങ്ങൾ കൊണ്ട്. അപ്പോൾ എന്തായി? മുത്തമാസിലാനി അസ്സഗീർ, മുത്തമാസിലാനി അൽ കബീർ. രണ്ട് മുത്തഖാരിബാനി അസ്സഗീർ, മുത്തഖാരിബാനി അൽ കബീർ. മൂന്ന് മുത്തജാനിസാനി അസ്സഗീർ, മുത്തജാനിസാനി അൽ കബീർ. ഇങ്ങനെ ഹർഫുകളുടെ ബന്ധത്തെ പരിഗണിച്ച് പണ്ഡിതന്മാർ ഇതിനെ വിഭജിച്ചിട്ടുണ്ട്. മുത്തമാസിലാനി അസ്സഗീർ ഒന്നാമത്തേത്, അതിൻ്റെ വിധി ഇദ്ഗാമാണ്. ഒരേ മഖ്റജും ഒരേ സിഫത്തുമുള്ള രണ്ട് ഹർഫുകൾ, ആദ്യത്തേത് സുക്കൂനുടേതാവുകയും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതായി വരികയും ചെയ്താൽ അതിനെ ഇദ്ഗാം ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. യുദ്രിക്കുമുൽ മൗത്ത്, യുദ്രിക്കുമുൽ മൗത്ത്. ഇദ്ഹബ് ബി കിതാബി ഹാദാ, ഇദ്ഹബ് ബി കിതാബി, ഇദ്ഹബ് ബി, രണ്ടും ഒരേ മഖ്റജാണ്, ഒരേ സിഫത്താണ്. ഇദ്ഹബ് ബി കിതാബി. ഇൽരിബ് ബി അസാക, ഇൽരിബ് ബി അസാക, ഇൽരിബ് ബി അസാക എന്നാണ് ഇദ്ഗാം ചെയ്യുന്നത്. ഇൽരിബ് ബി അസാകൽ ബഹർ, മൂസാ നബിയുടെ അല്ലാഹ് പറഞ്ഞത്. അൽ മുത്തമാസിലാനി അൽ കബീർ ഇൽഹാറാണ് ഹുക്മ്. അൽ മുത്തമാസിലാനി അസ്സഗീറിന്റെ ഹുക്ം എന്താണ്? ഇദ്ഗാമാണ്. രണ്ട് ഹർഫുകൾ, ഒരേ മഖ്റജും ഒരേ സിഫത്തുമുള്ള രണ്ട് ഹർഫുകളിൽ ഒന്നാമത്തേത് സുക്കൂനുടേതായി വന്നാൽ അതിൽ മുത്തമാസിലാനി സഗീർ എന്ന് പറയുമ്പോൾ അതിന്റെ വിധി ഇദ്ഗാമാണ്. അൽ മുത്തമാസിലാനി അൽ കബീർ, ഒരേ മഖ്റജും ഒരേ സിഫത്തുമുള്ള രണ്ട് ഹർഫുകൾ ഒന്നിച്ചു വന്നാൽ അതിന് എന്ത് പറയും? അൽ മുത്തമാസിലാനി അൽ കബീർ. അതിന്റെ ഹുക്ം എന്താണ്? ഇൽഹാറാണ്. എവിടെ വന്നാൽ എന്ത് ചെയ്യണം? വെളിവാക്കി ഓതണം. അൽ മുത്തമാസിലാനി അസ്സഗീർ എന്ത് പറഞ്ഞു? ഇദ്ഗാമ. ഇദ്ഗാമ് വാജിബാണ്. ഒരു സ്ഥലത്തൊഴിച്ച് അവിടെ ഇദ്ഗാമ് വാജിബല്ല. അതെവിടെയാണ്? സൂറത്തുൽ ഹാക്ക. സൂറത്തുൽ ഹാക്കയിലെ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, ഇവിടെ ഇദ്ഗാമ് ജായിസേ ഉള്ളൂ, വാജിബില്ല. 3 വജ്ഹ് ഉണ്ട് ഈ ഖിറാഅത്തിന്. ഒന്ന് അൽ വഖഫ്, വഖഫ് ചെയ്തിട്ട് ഓതാം. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. വഖഫ് മാലിയ, വായ്കൂട്ടി. നമ്മൾ പറഞ്ഞില്ലേ വഖഫ് എങ്ങനെയാണ്? വായ്കൂട്ടണം. മാലിയ ഹലക അന്നി സുൽത്താനിയ, ഇതാണ് വഖഫ്. രണ്ടാമത്തേത് അസ്സക്തു മഅൽ വസിൽ, ചേർത്തി ഓതാൻ ഉദ്ദേശിക്കുന്ന ആൾ സക്ത് ചെയ്യണം. സക്ത് എങ്ങനെയാണ്? വായ കൂട്ടാതെ ഒരു കുറച്ച് നേരം അവിടെ നിന്നിട്ട് ശ്വാസം പിടിച്ച് വെച്ചിട്ട് അടുത്ത ഓതണം. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, അങ്ങനെ മാലിയ ഹലക അന്നി സുൽത്താനിയ. മൂന്നാമത്തേത് അൽ ഇദ്ഗാം, അൽ വസ്ലു മഅൽ ഇദ്ഗാം, ഇദ്ഗാം ചെയ്ത് ചേർത്തി ഓതണം. എങ്ങനെയാ? മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. മാലിയ ഹാക്ഷദ്ദണം, മാലിയ ഹലക അന്നി സുൽത്താൻ. ഈ 3 ഖിറാഅത്തോടെ ജായിസാണ്. 3 വജ്ഹാണ് ഇതിന്റെ. അൽ മുത്തമാസിലാനി അസ്സഗീറിൽ ഒരു സ്ഥലത്ത് മാത്രം ഇദ്ഗാമ് വാജിബില്ല, ബാക്കി എല്ലായിടത്തും ഇദ്ഗാമ് വാജിബാണ്. അൽ മുത്തമാസിലാനി അൽ കബീർ ഇൽഹാറാണ് വേണ്ടത്. എന്നാൽ 5 സ്ഥലങ്ങളിൽ ഹഫ്സിന്റെ റിവായത്തിൽ ഇദ്ഗാമാണ്. അൽ മുത്തമാസിലാനി അൽ കബീർ എവിടെ വന്നാലും എന്താ ചെയ്യേണ്ടത്? ഇൽഹാറാണ്. അവിടെ 5 സ്ഥലങ്ങളിൽ ഇദ്ഗാമ് വാജിബാണ്. ഒന്ന് സൂറത്ത് യൂസുഫിലെ 11-ാമത്തെ ആയത്ത്. യാക്കൂബ് നബിയുടെ മക്കള് യാക്കൂബ് നബിയോട് പറയുന്ന ഒരു സന്ദർഭം. ഖാലു യാ അബാന മാലക ലാ തഅമന്ന അലാ യൂസുഫ്
വഇന്നാ ലഹു ലനാസിഹൂൻ എന്നായത്ത്. അവിടെ ലാ തഅ്മന്ന ലാ തഅ്മനൂന ലാ തഅ്മനൂന എന്നാണ്. അവിടെ തഅ്മന്ന എന്ന് ചേർത്തിട്ടാണ് ഓതേണ്ടത്. എങ്ങനെ ഓതേണ്ടത്? ഖാലൂ യാ അബാനാ മാലക ലാ തഅ്മന്ന അലാ യൂസുഫ്. ലാ അവിടെ ഇഷ്മാം ചെയ്യണം. ലാ തഅ്മന്ന എന്ന് പറയുമ്പോൾ ലാ തഅ്മന്ന അവിടെ ലമ്മാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ചുണ്ടിനെ ഒന്ന് കൂർപ്പിക്കണം. അത് ഇഷ്മാം എന്നാ പറയാ. നിങ്ങൾ ജസീലയിൽ പഠിക്കും അത്. ഖാലൂ യാ അബാനാ മാലക ലാ തഅ്മന്ന അലാ യൂസുഫ ലാ തഅ്മന്ന അലാ യൂസുഫ വഇന്നാ ലഹു ലനാസിഹൂൻ. ഇഷ്മാം. ലാ തഅ്മന്ന അലാ യൂസുഫ്. ചുണ്ടൊന്ന് കൂർപ്പിക്കണം. അവിടെ എന്താ വേണ്ടത്? ലാ തഅ്മനൂന. അവിടെ ഹഫ്സിന്റെ റിവായത്ത് ഇദ്ഗാമാണ്. രണ്ടാമത്തേത് സൂറത്തുൽ കഹ്ഫില് ഖാല മാ മക്കന്നി റബ്ബി മാ മക്കന്നി ഫീഹി മാ മക്കന്നി എന്നായത്ത്. മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ. മാ മക്കന്നി മാ മക്കനനി എന്നാണ്. മക്കനനി. അവിടെ എന്താ ഓതേണ്ടത്? മാ മക്കന്നി. ഇദ്ഗാം ചെയ്യണം. മൂന്നാമത്തേത് സൂറത്ത് അൻആമിലെ ആയത്താണ്. വഹാജ്ജഹു ഖൗമുഹു ഖാല അതുഹാജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ. അല്ലെ, അവിടെ രണ്ട് മദ് ലാസിം വന്നു, ഒരു മദ് തബഈ വന്നു. അദ്ദേഹത്തിന്റെ കൗമ അദ്ദേഹത്തോട് തർക്കിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഖാല അതുഹാജ്ജൂനി. തുഹാ ആറർക്കത്ത് കിട്ടണം. ജൂ ആറർക്കത്ത് കിട്ടണം. നീ രണ്ടർക്കത്ത്. അവിടെ തുഹാജൂനനി എന്നാണ്. തുഹാജൂനനി. അവിടെ ഇദ്ഗാം ചെയ്തു. ഖാല അതുഹാജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ. നാലാമത്തേത് സൂറത്തുൽ ഫാത്തിർ, സൂറത്തുൽ സുമർ. ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. അതുകൊണ്ട് അഫഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനനി എന്നാണ് ശരിക്കും. തഅ്മുറൂനനി എങ്ങനെ ഓതേണ്ടത്? ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. തഅ്മുറൂനി. അഞ്ചാമത്തേത് സൂറത്തുൽ ബഖറ. തുഖ്ഫുസ് സദഖാതി ഫനിഇമാഹി. ഫനിഇമ മാഹിയ എന്നാണ്. ഫനിഇമ മാഹിയ എന്നാണ്. ഫനിഇമാഹി. ഈ അഞ്ച് സന്ദർഭങ്ങളിൽ അൽ മുത്തമാസിലാനി അൽ കബീറിൽ ഇദ്ഗാമു വാജിബാണ്. ഈ അഞ്ചല്ലാത്ത മറ്റെല്ലാ സന്ദർഭങ്ങളിലും അൽ മുത്തമാസിലാനി അൽ കബീർ ഇൽഹാറാണ്. രണ്ടാമത്തേത് അൽ മുത്തകാരിബാനി അസ്സഗീർ. അൽ മുത്തകാരിബാനി അസ്സഗീർ. അൽ മുത്തകാരിബാനി അസ്സഗീറിന്റെ ഹുക്കുമ് ഇൽഹാറാണ്. അൽ മുത്തകാരിബാനി അസ്സഗീറിന്റെ ഹുക്കും എന്താണ്? ഇൽഹാറാണ്. ഖദ് സമിഅ ഖദ് സമിഅ ഇദ് ജാഊകും കദ്ദബത് സമൂദ്. ഇതൊക്കെ എന്താണ്? ഖദ് ദാലും സീനും മഖ്റജ് അടുത്തടുത്താണ്, സിഫത്ത് വേറെ പറയാണ്. ഖദ് സമിഅ. ഇത് ജാ ദാലും ജീമും ദാലും ജീമും. ഇത് ജാഊകും കദ്ദബത് സമൂദ്. താവും സാവും. ആദ്യത്തേത് സുക്കൂനായതുകൊണ്ട് സഗീറാണ്. അൽ മുത്തകാരിബാനി അസ്സഗീർ എന്നാണ് ഇതിന് പറയുക. എന്നാൽ 4 സന്ദർഭങ്ങളിൽ അൽ മുത്തകാരിബാനി അസ്സഗീർ ഇദ്ഗാം ചെയ്യൽ വാജിബാണ്. 4 സന്ദർഭങ്ങളിൽ ഇദ്ഗാം ചെയ്യൽ വാജിബാണ്. ഒന്ന് അല്ലാമു മഅറ. അല്ലാമു മഅറ. ഖുർറബ്ബി. ഖുർറബ്ബി. ലാബിന്റെയും റായിന്റെയും മഖ്റജ് തകാറുബാണ്, അടുത്തടുത്താണ്. അതിന്റെ സിഫത്ത് വേറെ പറയാണ്. ഖുർറബ്ബി.
കുൽ റബ്ബി എന്ന് പറയരുത്. ഇത് മുത്തക്കാരിബാനി അസ്സഗീറാണ്. മുത്തക്കാരിബാനി അസ്സഗീറിന്റെ ഹുക്കും എന്താണ്? ഇൽഹാറാണ്. 4 സന്ദർഭങ്ങളിൽ ഒഴികെ. ആ 4 സന്ദർഭങ്ങളിൽ ഇദ്ഗാം ചെയ്യൽ വാജിബാണ്. കുർ റബ്ബി, ബർ റബ്ബുക്കും, ബൽ റബ്ബുക്കും എന്ന് പറയില്ല, ബർ റബ്ബുക്കും എന്ന് പറയണം. അതിൽ ഒന്നൊഴിവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബൽ റാന, അവിടെ സക്ത് വാജിബാണ്. കല്ല ബൽ റാന, ബൽ റാന, ബൽ റാന, അവിടെ സക്ത് വാജിബാണ്. ബർറാന എന്ന് ഓതാൻ പാടില്ല, ഇദ്ഗാം ചെയ്യാൻ പാടില്ല, അവിടെ സക്ത് വാജിബാണ്. രണ്ടാമത്തേത് അൽ ഖാഫു മഅൽ കാഫ്, ഖാഫും കാഫും അടുത്തടുത്ത് വന്നാൽ ഇദ്ഗാം വാജിബാണ്. അവിടെ മുത്തക്കാരിബാനി അസ്സഗീറാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഇൽഹാറാണ്. പക്ഷെ ഇവിടെ ഇദ്ഗാം വാജിബാണ്. ഖാഫും കാഫും ഒന്നിച്ചു വന്നാൽ അലം നഖ്ലുക്കും, നഖ്ലുക്കും ആണ്. അലം നഖ്ലുക്കും, നഖ്ലുക്കും മിമ്മാഇൻ മഹീൻ അല്ലേ? അവിടെ നഖ്ലുക്കും എന്നാണ്, അവിടെ നഖ്ലുക്കും എന്ന് ഓതാൻ പാടില്ല, നഖ്ലുക്കും എന്നാണ് ഓതേണ്ടത്. മൂന്നാമത്തേത് യാ വാവ് റാ ലാം, ഇതിലേക്ക് ഇദ്ഗാം ചെയ്യുക സാക്കിനായ നൂനിനെ. സാക്കിനായ നൂനിനെ ഇതിലെ ഈ 4 ഹർഫുകൾക്ക് ഇദ്ഗാം ചെയ്യണം. മയ്യഅമൽ, സാക്കിനായ നൂന്, നൂന് യാവ് എന്താണ്? മഖ്റജ് തഖാറുബാണ്, അടുത്തടുത്താണ്. സിഫത്ത് വേറെ വേറെയാണ്. അപ്പം മയ്യഅമൽ, മയ്യഅമൽ, മിൻവാൽ, മിൻവാൽ, മിർ റബ്ബിഹിം, മിൻ റബ്ബിഹിം എന്ന് പറയും. പിന്നെ മിർ റബ്ബിഹിം, മില്ലദുൻഹു, മില്ലദുൻഹു ഇദ്ഗാം ചെയ്യൽ വാജിബാണ്. നാലാമത്തേത് ഹുറൂഫുൽ ഷംസിയ ഇല്ല, അൽ ഹുറൂഫു ഷംസിയ, അത് ഇദ്ഗാം ചെയ്യൽ വാജിബാണ്. അഷ്ശംസ്, അത്താമ്മ, അസ്സമറാത്ത്, അൽ സമറാത്ത് പറയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് അൽ ഹുറൂഫു ഷംസിയ. ഇതാണ് അൽ മുത്തമാസി അൽ മുത്തഖാരിബാനി അസ്സഗീർ. അൽ മുത്തഖാരിബാനി അൽ കബീർ ഇൽഹാർ മുത്തലക്കൻ ഇൽഹാറാണ്. അടുത്തത് അൽ മുത്തജാനിസാനി അസ്സഗീർ. അൽ മുത്തജാനിസാനി അസ്സഗീർ എന്താണ്? അൽ മുത്തജാനിസാനി അസ്സഗീർ എന്ന് പറഞ്ഞാൽ മഖ്റജ് ഒന്നാവുകയും സിഫത്ത് വേറെ വേറെയാകുകയും ചെയ്ത 2 ഹർഫുകളിൽ ആദ്യത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതും അൽ മുത്തജാനിസാനി അസ്സഗീർ. അതിൻ്റെ ഹുക്മ ഇൽഹാറാണ്. ഫഫ്സഹ് അൻഹും, ഫഫ്സഹ് അൻഹും, ഹവും ഐനും, അത് മഖ്റജ് ഒന്നാണ്, ഹൽക്കാണ്, സിഫത്ത് വേറെ വേറെയാണ്, പക്ഷേ ഇൽഹാറാണ് ചെയ്യേണ്ടത്. എന്നാൽ 7 സന്ദർഭങ്ങളിൽ അൽ മുത്തജാനിസാനി അസ്സഗീർ ഇദ്ഗാം ചെയ്യൽ വാജിബാണ്. ഒന്ന്, സാക്കിനായ ദാലിന് ശേഷം താ വന്നാൽ അദ്ദാലു മഅത്താഇ, ഖദ് തബയ്യന, എങ്ങനെ ഓതേണ്ടത്? ഖദ് തബയ്യന, ഖദ് തബയ്യന ഇദ്ഗാം ചെയ്യണം. ഖദ് തബയ്യന എന്ന് പറയാൻ പാടില്ല, ഇദ്ഗാം വാജിബാണ്. ഹസദ്തും, ഹസദ്തും എന്താ പറയുന്നത്? ഹസത്തും, ഹസത്തും. തവാഅദ്തും, തവാഅദ്തും എങ്ങനെ ഓതണം? തവാഅത്തും, തവാഅത്തും ഇദ്ഗാം ചെയ്തിട്ടാണ് ഓതേണ്ടത്. രണ്ടാമത്തെ അത്താഉ മഅദ്ദാൽ, സാക്കിനായ താക്ക് ശേഷം ദാല് വന്നാൽ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഉജീബത്ത് ദഅവാകുമാ, എങ്ങനെ ഓതണം? ഉജീബത്ത് ദഅവാകുമാ, ഉജീബത്ത് ദഅവാകുമാ ഇദ്ഗാം ചെയ്യണം. ഉജീബത്ത് ദഅവാകുമാ എന്ന് ഓതാൻ പാടില്ല, വാജിബാണ് ഇദ്ഗാം ചെയ്യൽ. അടുത്തത് അത്താഉ മാ ത്വാ, ത മാ ത്വാ, സാക്കിനായ താക്ക് ശേഷം ഹർക്കത്തുடைய ത്വാ വന്നാൽ ഇദ്ഗാം ചെയ്യണം. ഫആമനത് ത്വായിഫത്തുൻ, ഫആമനത് ത്വായിഫത്തുൻ എന്ന് പറയില്ല, ഫആമനത് ത്വായിഫത്തുൻ. ബാക്കിയുള്ളത് പറഞ്ഞു പോകാം. അദ്ദാലു മഅല്ലാ, അസ്സാഉ മഅദ്ദാൽ, അൽ ബാഉ മഅൽ മീം, അത്താ മഅത്താ. ഖൈർ. അൽ മുത്തജാനിസാനി അൽ കബീറിൽ എല്ലാം ഇൽഹാറാണ്. അൽ മുത്തജാനിസാനി അൽ കബീറിൽ എല്ലാം ഇൽഹാറാണ്. ഇതാണ് ഹർഫുകൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള വിധിവിലക്കുകൾ. അഹ്കാമു അൽ മുത്തമാസിലൈൻ, അൽ മുത്തഖാരിബൈൻ, അൽ മുത്തജാനിസൈൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ആയത്തിൽ പഠിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം മദ്ദുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അഖ്സാമുൽ മദ്, അഹ്കാമുൽ മദ്, അഖ്സാമുൽ മദ്, അഖ്സാമുൽ മദ്ദി ലാസിം. ഈ 3 കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്തതായി മീറ്റിൽ നമുക്കത് ചർച്ചയാക്കാം. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا